നമസ്കാരം. നമ്മളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് രണ്ട് തലത്തിലാണ്. ഒന്ന് ബോധതലത്തിൽ, രണ്ടാമത് ഉപബോധ തലത്തിൽ. ബോധതലത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സിന് ബോധമനസ്സ് എന്നും ഉപബോധതലത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സിന് ഉപബോധ മനസ്സ് എന്നും പറയുന്നു. ബോധമനസ്സിന് കോൺഷ്യസ് മൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, ഉപബോധ മനസ്സിന് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഈ വീഡിയോയിൽ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനം, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കും. മാത്രവുമല്ല, അത് മനസ്സിലാക്കുമ്പോൾ മറ്റു വലിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങും. ഉദാഹരണത്തിന്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഈ തലത്തിൽ പോകുന്നത് എന്നും അതെങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും എന്നെല്ലാം നമ്മൾ പഠിക്കും. ഇനി എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നത് ഒരു ശാസ്ത്രീയമായ വിശകലനം വേണമെന്നുണ്ടെങ്കിൽ ഈ കാർഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ പലതും സംഭവിക്കുന്നു, പക്ഷെ അതിന് കൃത്യമായിട്ടുള്ളൊരു കാരണം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഉപബോധ മനസ്സിലായിരിക്കാം. കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ബോധ മനസ്സിന് അവെയർനെസ് ഉണ്ട്, ബോധമുണ്ട്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന് അവെയർനെസ് ഇല്ല, ബോധമില്ല. അത് ബോധതലത്തിൻ്റെ അപ്പുറത്തേക്കാണ്. അതുകൊണ്ടാണ് അതിന് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾക്ക് ജീവിതത്തിൽ സക്സസ് നേടണമെന്നുണ്ടെങ്കിൽ ബോധതലത്തിൽ പ്രവർത്തിക്കണം, കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായത്തോടു കൂടെ തന്നെ പ്രവർത്തിക്കണം. കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ട് ഇല്ലാതെ നമ്മൾക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായത്തോടെ മാത്രം എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഈ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ സബ് കോൺഷ്യസ് മൈൻഡ് അനുകൂലിക്കണം അല്ലെങ്കിൽ തുണയ്ക്കണം. സോ ദ സബ് കോൺഷ്യസ് മൈൻഡ് മസ്റ്റ് സപ്പോർട്ട് യുവർ ആക്ഷൻസ് അറ്റ് ദ കോൺഷ്യസ് ലെവൽ. അങ്ങനെ വരുമ്പോൾ മാത്രമേ വിചാരിച്ച റിസൾട്ട്സ് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നാച്ചുറൽ ആയിട്ടുള്ളൊരു രീതിയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പുഴയിലൊക്കെ അടിയൊഴുക്കിനെ പറ്റി, അണ്ടർ കറൻസ് ഇൻ ദ വാട്ടർ. അപ്പോൾ ഈ സർഫസ് ലെവലിലുള്ള ഒഴുക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അടിയൊഴുക്ക് വളരെ സ്ട്രോങ് ആണ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഈ രീതിയിൽ പറയുകയാണെങ്കിൽ, കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് ഉപരിതലത്തിൽ സർഫസ് ലെവലിലുള്ള ഒഴുക്കായിട്ട് പറയാം, സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് അടിയൊഴുക്ക്, അണ്ടർ കറണ്ട് ആയിട്ട് പറയാം. ഇനി നമുക്കറിയാലോ, അണ്ടർ കറണ്ട്സ് ആർ വെരി പവർഫുൾ. അടിയൊഴുക്ക് വളരെ പവർഫുൾ ആണ്. അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എക്സ്ട്രീംലി പവർഫുൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആക്ഷൻസ് കോൺഷ്യസ് ലെവലിലാണ്, പക്ഷേ ഉപബോധ മനസ്സ് അതിനെ തുണയ്ക്കണമെന്ന് പറഞ്ഞു, അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും മറ്റ് പലതും സബ് കോൺഷ്യസ് ലെവലിൽ നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ചില മൂല്യങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ വിശ്വാസങ്ങൾ, ഇതെല്ലാം സബ് കോൺഷ്യസ് ലെവലിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന എഫേർട്ടിനെ സബ് കോൺഷ്യസ് മൈൻഡിലായിട്ടുള്ള നമ്മളുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും എല്ലാം തുണയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ എത്താൻ സാധിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഉദ്ദേശിച്ച റിസൾട്ട്സ് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിലൊരു വിശ്വാസം ഉണ്ടായിരിക്കും, പണം കൊണ്ട് എല്ലാം നേടാൻ സാധിക്കില്ല എന്ന്. യു സി, സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ ബിലീഫ് വളരെ സ്ട്രോങ് ആണ്. സോ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ എത്ര തന്നെ പൊരുതിയാലും ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പറയുന്നതായിട്ടുള്ള റിസൾട്ട് ഉണ്ടല്ലോ, പണം കൊണ്ടെല്ലാം ആകില്ല, പണം വലിയൊരു സംഭവമൊന്നുമല്ല എന്ന് ഉള്ളൊരു ബിലീഫ് ഉള്ളിൽ കിടക്കുമ്പോൾ ഉദ്ദേശിച്ച റിസൾട്ട് നമ്മൾക്ക് കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ പരിപൂർണമായ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നർത്ഥം. ഇനി ഈ സബ് കോൺഷ്യസ് മൈൻഡ് ശരിക്കും ഉള്ളതാണോ അതോ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണോ? കാരണം നമ്മളൊരു സൈക്കോളജി കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അതിലൊന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള വാക്കിനെ കുറിച്ച് പ്രതിപാദിച്ച് കാണാറില്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന വാക്ക് സബ് കോൺഷ്യൻ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് വരുന്നത്. ഈ വാക്ക് പിയർ ജാനെ എന്ന പേരുള്ള ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് 1889 അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റിൻ്റെ തിസിസിൽ എഴുതി വെച്ചതാണ്. അതിൽ അദ്ദേഹം പറയുന്നു, വിമർശിക്കാൻ കഴിവുള്ള നമ്മളുടെ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അവെയർനെസ് ഉണ്ട് എന്ന്. അതിൻ്റെ പേരാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും പിൻബലം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇത് രണ്ടും യോജിച്ച് പ്രവർത്തിക്കണം. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും യോജിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ 100% വിജയകരമായി പോകണമെന്നുണ്ടെങ്കിൽ ഈ കോൺഷ്യസ് മൈൻഡിനെക്കുറിച്ചും സബ് കോൺഷ്യസ് മൈൻഡിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രഗത്ഭനായ ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റും സൈക്കോ അനാലിസിസിൻ്റെ ഫൗണ്ടറുമായ സിഗ്മണ്ട് ഫ്രോയിഡ് 1893 ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ആ വാക്ക് ഉപേക്ഷിച്ചു, എന്നിട്ട് അതിന് പകരം അൺകോൺഷ്യസ് മൈൻഡ് എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. കുറേ കൂടെ അക്കാഡമിക്കും സയൻറ്റിഫിക് സെറ്റിങ്സിൽ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന വാക്ക്
അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ്. എന്നാലും നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അൺകോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒന്നായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. ഇനി പേരെന്ത് തന്നെ പറഞ്ഞാലും ഈ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഒരു ഹാർമണി വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ ജോലിയിൽ വളരെ മുന്നോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് സബ് കോൺഷ്യസ് ലെവലിൽ അദ്ദേഹത്തിന് ഫാമിലി ടുഗദർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ജോലിയിൽ പ്രൊമോഷനൊക്കെ കിട്ടുന്ന സമയത്ത് ഫാമിലിയെ വിട്ടുപോകേണ്ടി വരും, ഭാര്യ മക്കളൊക്കെ വിട്ടുപോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഹാർമണി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ജോലിയിൽ ഉന്നമനത്തിന് വേണ്ടി വളരെ ബോധപൂർവം അദ്ദേഹം പ്രവർത്തിച്ചാൽ അവിടേക്ക് എത്താനുള്ള സാഹചര്യം അങ്ങനെ ഒത്തുവരില്ല. ബിക്കോസ് അൺകോൺഷ്യസ് മൈൻഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പേരെടുത്ത ജർമ്മൻ റൊമാൻറ്റിക് ഫിലോസഫറായ ഫ്രീഡ്രിച്ച് സ്കില്ലിംഗ് ആണ് 18-ാം നൂറ്റാണ്ടിൽ അൺകോൺഷ്യസ് എന്നുള്ള വാക്ക് ആദ്യം പറഞ്ഞത്. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് അതെടുത്തു സൈക്കോ അനാലിസിസ് അപ്രോച്ചിൽ ഉപയോഗിച്ചു എന്ന് മാത്രം. ഇനി കാൾ ഗുസ്താവ് യുങ് എന്ന പേരുള്ള സ്വിസ് സൈക്യാട്രിസ്റ്റും സൈക്കോ അനലിസ്റ്റും അദ്ദേഹം അനലിറ്റിക്കൽ സൈക്കോളജിയുടെ ഫൗണ്ടറാണ്. അദ്ദേഹം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയ ശേഷം ഈ അൺകോൺഷ്യസ് എന്നുള്ള പേരിനെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞു. ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നുള്ള പദം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അൺകോൺഷ്യസ് ശരിക്കും നമ്മളുടേത് മാത്രമല്ല, നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും മാത്രം വന്നതല്ല, നമ്മൾ ഫോർ ഫാദേഴ്സും ആൻസിസ്റ്റേഴ്സും അവരുടെ നിന്നൊക്കെ നമുക്ക് കിട്ടിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഈ കോൺഷ്യസ് മൈൻഡിൻ്റെയും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയും ഒരു കൊഹേറൻസ്, ഹാർമണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലും വളരെ പ്രസക്തിയുള്ള കാര്യമാണിത്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും ലാഭവും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റും താഴെ ജോലി ചെയ്യുന്ന വർക്ക് ഫോഴ്സ് ഉണ്ടല്ലോ, അവരായിട്ടുള്ളൊരു ഐക്യം വേണ്ടേ? അതുപോലെ തന്നെയാണ് നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യവുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് ഈ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ഒരു സുഹൃത്തായി മാറണം, അല്ലാതെ ഒരു ശത്രുവായി മാറരുത്. ശത്രുവായി മാറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. US നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ്റെ അണ്ടറിൽ വരുന്ന നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷനിൽ ഒരു റിസർച്ച് പബ്ലിക്കേഷനുണ്ട് അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച്. അതിൽ പറയുന്നത് നമ്മൾ കോൺഷ്യസ് ആയി ബോധപൂർവം നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളുടെയും ഉള്ളിൽ ഒരു ഉൾപ്രേരണയുണ്ട്, ഇമ്പൾസ് ഉണ്ട് എന്ന്. ഈ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും വരുന്ന ഇമ്പൾസസ് ആണ് നമ്മളെ ബോധപൂർവം പലതും ചെയ്യിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നു all men are forced to act helplessly according to their impulses എന്ന്. ഇതിലും അൺകോൺഷ്യസ് മൈൻഡ് എന്നുള്ളൊരു സംഗതി നമ്മളുടെ ഉള്ളിലുണ്ട് എന്നുള്ള വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും വരുന്ന പ്രേരണ നമ്മളെ ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അനുഭവിച്ച ഓരോ കാര്യവും സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ഓരോ അനുഭവങ്ങളും നമ്മളുടെ ഓരോ മെമ്മറീസും സബ് കോൺഷ്യസ് മൈൻഡിലാണുള്ളത്. പലതും നമ്മൾക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യം തന്നെ. ചിലതെല്ലാം ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ തന്നെ അമർച്ച ചെയ്യുന്നു, നമ്മൾ തന്നെ എതിർക്കുന്നു, നമ്മൾ തന്നെ ചെറുത്തു നിൽക്കുന്നു. ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നിരന്തരമായി നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ പോയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളൊരു കംപ്ലൈനിങ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക, മറ്റുള്ളവരെ നിരന്തരമായി കുറ്റപ്പെടുത്തുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിൻസ് എല്ലാം പോയി കിടക്കുന്നത് എവിടെയാണ്? നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നിങ്ങളൊരു ജഡ്ജ്മെൻറ്റൽ പേഴ്സൺ ആണെന്ന് വിചാരിക്കുക, മറ്റുള്ളവരെ വിമർശിക്കുന്ന ടൈപ്പാണ് എന്നുണ്ടെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ്സ് എല്ലാം പോയി കിടക്കുന്നതും സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ദിവസങ്ങളോളം സാമ്പത്തികമായ പരാജയങ്ങൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള മിസറീസിനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതെല്ലാം പോയി കിടക്കുന്നതും സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ. നിങ്ങളുടെ ജോലി അത്ര സുരക്ഷിതമല്ല എന്ന് സ്ഥിരം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻസെക്യൂരിറ്റിയും പോയി കിടക്കുന്നത് എവിടെയായിരിക്കും? സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അങ്ങനെ എൻ്റെ ജോലി സുരക്ഷിതമല്ല എന്ന ചിന്ത അവിടെ പോയി കിടക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? എനിക്കുള്ള ജോലിയും നഷ്ടപ്പെടാനുള്ള സാഹചര്യം ചിലപ്പോൾ ഒത്തുവന്നേക്കാം. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളെല്ലാം പോയി കിടക്കുന്നത് എവിടെയാണ്? സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നു. ഐസക് ന്യൂട്ടൻ്റെ 3rd law of motion ആണിതല്ലേ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്നറിയണ്ടേ? നിങ്ങളൊരു കമ്പാഷനേറ്റ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക, അനുകമ്പയുള്ള വ്യക്തി അല്ലെങ്കിൽ കരുണയുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ അനുകമ്പ അല്ലെങ്കിൽ കാരുണ്യം പോയിട്ട് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് എവിടെയാണ്? സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ. നിങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിലോ ഒരു ഫോർഗിവിങ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക, ഈ ഫോർഗിവ്നെസ്സും പോയി കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ക്ഷമിക്കാൻ കഴിവുള്ള വ്യക്തിയായിട്ട് മാറുന്നു. നിങ്ങൾ സന്തുഷ്ടനായ ഒരു വ്യക്തിയാണെങ്കിലോ ഈ ഹാപ്പിനെസ് എല്ലാം പോയി പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഇനി ചോദ്യം ഇതാണ്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പ്രോഗ്രാംസ് എന്തെല്ലാമാണ്? എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഇത്രയേ ഉള്ളൂ. ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് ശ്രദ്ധിക്കുക. ആവർത്തിച്ച് വരുന്നതായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ടല്ലോ, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത്? നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഡോമിനൻ്റ് തോട്ട്സ് എന്താണ്? കൂടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എന്തെല്ലാമാണ്?
വളരെ കമ്പൽസീവായിട്ട് നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കുന്നുണ്ട് മനസ്സ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിലും നിങ്ങൾ ചെയ്തു പോകുന്നു. ഈ പ്രോഗ്രാംസ് എല്ലാം കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് എന്ന് വേണം വിശ്വസിക്കാൻ. ഇത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പ്രോഗ്രാം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഈ ഓരോ പാറ്റേണിൻ്റെ ഉള്ളിലും ഒരു നീഡുണ്ട്, ഒരു ആവശ്യമുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ. അത് വേര് പിടിച്ച് കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിഷമങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. അത് എളുപ്പമാണോ? അത്ര എളുപ്പമല്ല. എന്താ കാരണം ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും രണ്ടും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പാറ്റേൺസിനെ കുറിച്ച് നമ്മൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ടും പ്രവർത്തിക്കണം, സബ് കോൺഷ്യസ് മൈൻഡിൽ ചേഞ്ചസ് വരുത്താനും പ്രവർത്തിക്കണം. ഈ രണ്ട് തലത്തിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ സുഗമമായ ഒരു യാത്രയുണ്ടാകുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് കൃത്യമായിട്ട് വേണം, നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസിൽ ഉറച്ചു നിൽക്കുകയും വേണം. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നു പ്രാക്ടീസിനെ കുറിച്ച്. പ്രാക്ടീസ് ഇസ് ദ പെർസിസ്റ്റൻറ്റ് എൻഡെവർ എന്നാണ് അതിൽ പറയുന്നത്. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ പരിശീലിക്കുക എന്നർത്ഥം അല്ലേ? പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നു, ഉറച്ചു നിൽക്കുന്ന. എങ്ങനെയുള്ള പരിശീലനമായിരിക്കണം? റെവറൻഷ്യൽ സസ്റ്റെയിൻഡ് പ്രാക്ടീസ് എന്ന ബഹുമാനപൂർവം നിരന്തരം ചെയ്യുന്ന ചില ശീലങ്ങളാണ് പ്രാക്ടീസ് എന്നാണ് പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നത്. അതായത് ഒരു കടശാരം കഴിക്കുന്നത് പോലെ ചെയ്തിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്യണം. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള വീഡിയോസിലൂടെ ഞാൻ നൽകാൻ പോകുന്നത് ക്ലിയർ കട്ട് പ്രാക്ടീസസ് ആയിരിക്കും. എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഓരോ ദിവസവും, സോ ദാറ്റ് യു ക്യാൻ പ്രോഗ്രാം യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. സമയമെടുക്കുമായിരിക്കും, പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ 100% വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ റിപ്പീറ്റഡ് പാറ്റേൺസ് എന്താണ് എന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് എന്തൊക്കെയാണ്? അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നിങ്ങളുടെ ലൈഫിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? പ്രത്യേകിച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്പോട്ട് ചെയ്യാൻ നോക്കിക്കോളൂ. പുതിയ കാര്യങ്ങൾ പലതും ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. പല ബിസിനസ്സുകളിൽ പണം മുടക്കുന്നു, പക്ഷേ ലാഭമുണ്ടാകുന്നില്ല. ഇതെല്ലാം പാറ്റേൺസ് ആണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കണം. കാരണം എഴുതി വെച്ചിട്ടില്ലെങ്കിൽ മറന്നു പോകും. ഈ ഒരു ഉദ്ദേശവുമായിട്ട് ഒരു പേനയും പുസ്തകവും കയ്യിലുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും കൃത്യമായിട്ടുള്ള പാറ്റേൺസ് നിങ്ങൾ കണ്ടു തുടങ്ങും. അതെപ്പോഴാണ് കാണുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചിന്തിച്ചിരുന്നാൽ കാണില്ല. ചിന്തിച്ചിരിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതില്ലേ, ആ സമയത്ത് നമ്മൾ കിട്ടിക്കൊള്ളുന്നില്ല. പെട്ടെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു തോന്നൽ വരും, യെസ് ദിസ് ഇസ് മൈ പാറ്റേൺ. അങ്ങനെ വരുന്ന സമയത്ത് ഉടനെ എഴുതി വെക്കാൻ മറക്കരുത്. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ നിങ്ങൾക്ക് മനസ്സിലേക്ക് കയറി വരും, ഇതാണ് എൻ്റെ പാറ്റേൺ എന്ന്. ആ സമയത്ത് അത് എഴുതി വെക്കുക. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറന്നുപോകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ പോകുന്ന വീഡിയോസിലുള്ള മുഴുവൻ ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ. ചില സംശയങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. ഞാൻ പറ്റുമെങ്കിൽ അതിന് ഉത്തരം നൽകാം. അപ്പോൾ ഈ വീഡിയോയിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ടുള്ള പാഠങ്ങൾ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷമയോടുകൂടി ഇത്രയും നേരം വീഡിയോ കണ്ടതിന് വളരെ നന്ദി. വീണ്ടും നമ്മൾക്ക് അടുത്ത് തന്നെ കാണാം. നമസ്കാരം.